ഹായ്, ഇതെൻ്റെ കുള്ളം പപ്പായാണ്. അപ്പോൾ ഇത് നടുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഇതാ 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് പപ്പായി വന്ന് അധികം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ഇലകൾക്ക് കുറച്ച് ചുരുക്കവും മഞ്ഞ കളറൊക്കെ വരുന്നുണ്ട്. ചുരുണ്ടിങ്ങനെ വരുന്നുണ്ട്, മഞ്ഞ കളറും വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അതിന് നമ്മളെ എന്താ പറയുക, വേപ്പെണ്ണയും കുറച്ച് സോപ്പും പിന്നെ വെള്ളവും 1 ലിറ്റർ വെള്ളവും ചേർത്തിട്ട് 1 സ്പൂണ് വേപ്പെണ്ണയും ചേർത്തിട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ്. ഇത് രണ്ടും ഒരേ സമയത്ത് നട്ടതാണ്. ഇതിനകത്തെ ഇല ചുള്ളുന്നതൊന്നുമില്ല, പക്ഷേ ഹൈറ്റ് കുറവാണ്, വളർന്നിട്ടില്ല. ഇതിന് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. ഇതിന് കുറച്ച് വെയിൽ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 3 മാസം കൊണ്ട് ഒരു പപ്പായി ആയിട്ടുണ്ട്. ഇനി അത് കൊഴിഞ്ഞു പോകുമെന്ന് അറിയില്ല. പിന്നെ കുറേ പുളിയുറുമ്പുകൾ ഉണ്ടാവും, കുറേ പുളിയുറുമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നല്ല വേപ്പെണ്ണൻ്റെ മിശ്രിതം അടിച്ചതുകൊണ്ട് അതൊക്കെ കുറഞ്ഞതാണ്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അടുത്ത വീഡിയോ എടുത്തിട്ട് അടുത്ത വീഡിയോ 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എടുത്ത് അതിൻ്റെ ഗ്രോത്ത് ഞാൻ എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് വിടാം. ഓക്കെ. അപ്പോൾ അടുത്തത് എന്താ, ഈ മുരിങ്ങയെന്ന് നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുരിങ്ങ തണ്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ തണ്ടായിപ്പോയി വെട്ടിയത്. അപ്പോൾ ഇത് മൂത്തിട്ടൊന്നുമില്ല, ചെറിയ തണ്ടാണ്. പക്ഷേ വെറുതെ ഒന്ന് വിജയിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുത്തി വെച്ചതാണ്. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, മഴക്കാലമാണ്, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഇതിന് കണ്ടോ ഒരു മുള ഇതിന് വരുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ 2 കുള്ളം പപ്പായി 3 മാസം കൊണ്ട് ഇതാ 2 ഐറ്റംസ്. ഇത് കുറച്ച് ലോങ് നിർത്തരാം വീഡിയോ. 2 ഐറ്റംസ് കണ്ടോ, രണ്ടും ഒരേ ഐറ്റംസ് അല്ല, ഒരേ ഐറ്റംസാണ്. പക്ഷേ ഒരേ സമയത്ത് നട്ടതാണ്. പക്ഷേ 3 മാസം കൊണ്ട് ഇതിന് പപ്പായി ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇലകൾക്ക് കുറച്ച് ഇനി വരുന്ന തിരുളെന്ന് പറയും, അതിനൊക്കെ എന്താ പറയുക, കുറച്ച് ചുരുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ കളറുമായിട്ടും വരുന്നുണ്ട്. പക്ഷെ തണ്ടെല്ലാം കുഴപ്പമില്ലാത്ത ഉറപ്പുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയുള്ളത്. പക്ഷേ ഇതിനും മൊട്ടുകളൊക്കെ ഇതിനും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ മുരിങ്ങയും ചെറിയൊരു തണ്ട് നട്ടിട്ടുണ്ട്. അതും എങ്ങനെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിൻ്റെ തുടക്കം കുഴിച്ചിടുന്നതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഇത് കുഴിച്ചിട്ട രീതിയും മറ്റേ പപ്പായ കുഴിച്ചിട്ട രീതിയും ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഇത് വളരാനുള്ള കാരണം, അത് വളരാനുള്ള കാരണം. സൂര്യപ്രകാശം എനിക്ക് തോന്നുന്നു രണ്ടാൾക്കും ഒരുപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞത് കുറച്ച് കുറവല്ല, രണ്ടും ഒരേ സ്പോട്ടിൽ തന്നെയാണ്. പക്ഷെ അത് നട്ട രീതി മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷേ ഇപ്പോഴാണ് അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പല കൃഷിയും ചെടികളും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിടാം. ഇതിൻ്റെ ഗ്രോത്തുകളൊക്കെ ഞാൻ വിടാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.